ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു ഫാക്ച്വലി ഇൻകറക്റ്റായ കാര്യം ഒരു ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അതിലൊന്ന്, ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസം 80 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, വി.ഡി. സതീശൻ. ഞാനതൊന്ന് പരിശോധിച്ചു. അത് ഫാക്ട് ചെക്ക് വേണമല്ലോ സ്വാഭാവികമായും. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ കണക്കാണ്. 80 ലക്ഷം രൂപ ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ 80 ലക്ഷം രൂപ ഒരു മാസം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാണ്. അപ്പോൾ അതൊരു വാർത്തയാക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാനത് പരിശോധിച്ചത്. ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവരെ കരാറടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നത്. പത്രത്തിൽ നോട്ടിഫിക്കേഷൻ നൽകി ഇത് സ്ഥിര നിയമനമല്ല എന്ന് പ്രത്യേകം പരാമർശിച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നത്. 12 പേരാണ് ആ കൂട്ടത്തിലുള്ളത്. ആ 12 പേർക്ക് കഴിഞ്ഞ മാസം വരെ കിട്ടിയ ശമ്പളം 6,67,290 രൂപയാണ്. 6,67,290 രൂപ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 80 ലക്ഷം രൂപ പ്രതിമാസം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. ഇനി മാസം തെറ്റിപ്പോയി അത് വർഷമാണെങ്കിൽ ഓക്കെ, കാര്യം അത് കണക്കൂട്ടി വരുമ്പോൾ ഒരു പക്ഷേ 12,784 അല്ലെങ്കിൽ 12,672 ഏകദേശം 80 ലക്ഷത്തിനടുത്ത് വരും എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. കാര്യം കർണാടകയിൽ സിദ്ധരാമയ്യ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രി പ്രതിമാസം ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ്. ആ സ്വകാര്യ ഏജൻസി ഒരു മാസം പ്രതിഫലമായി കൈപ്പറ്റുന്നത് 54 ലക്ഷം രൂപയാണ് ഒരു മാസം കർണാടകയിൽ. അതായത് 6 മാസം കൊണ്ട് 3,18 ലക്ഷം രൂപ സിദ്ധരാമയ്യ എന്ന കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നതിനായി കൈപ്പറ്റിയിരിക്കുന്നു. അവിടെയാണ് മാസം 6,67,290 രൂപ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ